ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് കുഴച്ച് വെച്ചതാണ്. അപ്പോൾ ഞാനതൊക്കെ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതാ മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ വേഗം തന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് മുട്ടയൊക്കെ വേവിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇരുന്നൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ ചപ്പാത്തിയും ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് പരത്താൻ അതിൻ്റെ കൂടെ തന്നെ ചുട്ടെടുക്കുക, ആ രീതിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സാധാരണ ഇത്തവണ റേഷൻ കടയിൽ പോയപ്പോൾ കിട്ടിയ ആട്ടമാവ് വെച്ചിട്ടാട്ടോ ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുഴയ്ക്കണത് ശരിയാവുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും. അത് നമ്മൾ രാത്രി വരെ ഈ ചപ്പാത്തി ഇരുന്നാലും ഒട്ടും ഹാർഡായി പോവില്ല. ഇതിൽ ഓയിലോ വേറെ ഒന്നും ചേർത്തിട്ടില്ല. സാധാരണ ഉപ്പിട്ട് പച്ചവെള്ളത്തിൽ കുഴച്ച മാവാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ആ കുഴയ്ക്കണത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ചപ്പാത്തി ചുടലും മുട്ടക്കറിയൊക്കെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ഉണ്ടല്ലോ, അവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ രസം വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി 2 അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. കുടംപുളി ഇട്ടിട്ടുള്ള രസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുളി കല്ലുപ്പും കൂടി വെള്ളമൊഴിച്ച് അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി രസം വയ്ക്കുന്ന പാനിലേക്ക് തന്നെ കടുക് വറുത്തിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളകും വേപ്പിലയും ഇട്ടിട്ട് ഈ ചതച്ച് വെച്ചിട്ടുള്ള ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചി. അതിനെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം തക്കാളി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് എൻ്റെ ഇൻസ്റ്റൻറ്റ് രസമാട്ടോ. ഇതിൻ്റെ രസപ്പൊടി ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചേക്കണതാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്കിനി പരിപ്പ് വേവിച്ച് ചേർക്കുകയൊന്നും ചെയ്യില്ല. നമ്മൾ ഇതിനകത്ത് പൊടി ഉണ്ടാക്കിയ സമയത്ത് പരിപ്പൊക്കെ ചേർത്ത് പൊടിച്ച് വെച്ചേക്കണതാണ്. അപ്പോൾ ആ പൊടി ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതാ പൊടി തീർന്നു. ഈ പാത്രം നിറച്ചുണ്ടായതാണ്. എടുത്തെടുത്തത് തീരാൻ പോവാണ്. ഇനിയിപ്പോൾ ഇന്നും കൂടി വയ്ക്കാനുള്ള പൊടിയാണ് അതുള്ളൂ. ഇനി എനിക്ക് വേറെ പൊടിച്ച് വയ്ക്കണം കേട്ടോ. ഞാനത് തീരുമ്പോൾ പൊടിച്ച് വയ്ക്കും. അല്ലെങ്കിൽ എനിക്ക് രസം ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരിക്കും. ഈ പൊടി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ജോലി പെട്ടെന്ന് കഴിയും. അങ്ങനെ ഞാൻ അവിടെ പൊടിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും തക്കാളിയൊക്കെ വെന്തുടങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കായം പൊടിച്ചതാട്ടോ. അപ്പോൾ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ കട്ടക്കായം പൊടിച്ചിട്ടാണ് ഇടാറ്. അപ്പോൾ അത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ആ പുളിയുടെ ഒപ്പം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ആ പൊടി മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒറ്റ പാത്രം മതി കേട്ടോ നമുക്ക് ഈ രസം വെച്ചെടുക്കാനായിട്ട്. എല്ലാം താളിപ്പും എല്ലാം ഇതിൽ തന്നെ ചെയ്തുകൊണ്ട് തന്നെ. അപ്പോൾ പൊടി കലക്കിയതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് ആ പൊടി ഒന്ന് വെന്ത് വരണം. ആ സമയത്ത് ഈ കറിയിലേക്ക് നമുക്ക് രസത്തിന് എന്തോരം വെള്ളമാണ് ആവശ്യമുള്ളത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ പരിപ്പും എല്ലാം ചേർത്ത് പൊടിച്ചതാണ്. അപ്പോൾ ഇതിന് ചെറിയൊരു തിക്നെസ് ഉണ്ടാവും. അപ്പോൾ അത് കണക്കാക്കി നമ്മൾ ആദ്യമേ വെള്ളം നന്നായിട്ട് തിളപ്പിക്കണമല്ലോ. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് കുറുകലെല്ലാം കഴിഞ്ഞ് നല്ല കറക്റ്റ് പാകത്തിനായിട്ടിരിക്കും. രസം തന്നെ നല്ല അയഞ്ഞിരിക്കണമല്ലോ. പിന്നെ ഞാനിവിടെ 1 കലം വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് തിളപ്പിക്കാൻ വെച്ചതാട്ടോ. ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അല്ലെങ്കിലും വേനലായാലും ഞാൻ തിളപ്പിച്ച് തന്നെ കുടിക്കാറ്.
അപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. ഈ മഞ്ഞപ്പിത്തത്തിൻ്റെയും വൈറൽ പനിയുടെയൊക്കെ സീസണാണല്ലോ. അപ്പോൾ വെള്ളമൊക്കെ തിളപ്പിച്ച് തന്നെ കുടിക്കുക. അപ്പോൾ ഞാനവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ രസത്തിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് തിളയ്ക്കണം. ഇതിങ്ങനെ വെട്ടി തിളപ്പിച്ചെടുക്കണം കേട്ടോ. അത് ഒരു പ്രാവശ്യം ഒന്നും തിളപ്പിച്ചാൽ പോരാ, 2-3 പ്രാവശ്യം അങ്ങനെ തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് രസം എടുത്ത് നമ്മൾ വച്ചേക്കാണെങ്കിലും കേടാവില്ല കേട്ടോ. 2 ദിവസം വരെയൊക്കെ നമുക്ക് പുറത്ത് തന്നെ ഒന്നും ആവാതെ ഇരുന്നോളൂ. അപ്പോൾ രസം ഇങ്ങനെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി തിളപ്പിക്കണം. അതിനുശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/2 സ്പൂണ് നറുനെയ്യ് ഇട്ട് കൊടുത്തത്. നമ്മുടെ ശുദ്ധമായ നെയ്യ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് നല്ലതാട്ടോ. നമ്മുടെ രക്തക്കുഴലുകളെയൊക്കെ ബ്ലോക്കുകളൊക്കെ നീക്കി കളയുമെന്നാണ് പറയുന്നത്, നല്ല നെയ്യാണെങ്കിൽ. അപ്പോൾ ഈ മഴക്കാലമൊക്കെ അല്ലേ, കഫക്കെട്ടും ഒക്കെ വരണ സമയമാണല്ലോ. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നെയ്യ് ഉപയോഗിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അവിടെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ രസത്തിൻ്റെ ജോലി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഒരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും ചുമന്നുള്ളിയും മുളകൊക്കെ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കക്കുരുവും മുരിങ്ങയിലയും കൂടി തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വേവിച്ച ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചക്കക്കുരു വേവിച്ച വെള്ളം ഉണ്ടായി, ഞാനത് കളഞ്ഞില്ല. അതിൻ്റെ ഗുണം മുഴുവൻ ആ വെള്ളത്തിലായിരിക്കുമല്ലോ. അപ്പോൾ അത് ഇതിൽ തന്നെ കിടന്ന് വറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുരിങ്ങയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് വെള്ളം വറ്റി മുരിങ്ങയിലേക്കൊന്ന് വേവായി വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഇടാണ്ടും നല്ലത് തന്നെ കേട്ടോ. തേങ്ങ ഇടാമെന്ന് വിചാരിച്ച് ഞാൻ തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങ ചിരകിക്കൊണ്ടിരുന്നപ്പോൾ അത് ചിരട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടു പോകുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മുരിങ്ങയിലൊക്കെ വേവായിട്ടുണ്ട്. ചക്കക്കുരുവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കിട്ടിയ തേങ്ങ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുരിങ്ങയിലയും ചക്കക്കുരും തോരനും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു പപ്പടം കൂടി വറുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. അപ്പോൾ ഞാൻ എൻ്റെ പപ്പടവും കൂടി വറുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഇനിയും ലെങ്തായി പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.